ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ ദളിത് വിരുദ്ധ പാർട്ടിയാണെന്നും സംവരണം അവസാനിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഹരിയാന അവരുടെ പരീക്ഷണ സംസ്ഥാനമാണെന്നും എന്നാൽ മോദിയും BJPയും ഉള്ളിടത്തോളം ആർക്കും സംവരണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും പൽവാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് ജനങ്ങളെ ധ്രുവീകരിക്കുകയാണ്. അവർ ദളിതർക്കും പിന്നാക്കക്കാർക്കുമുള്ള സംവരണം അവസാനിപ്പിക്കും. കോൺഗ്രസ് അധികാരത്തിലുള്ള കർണാടകയിലും അതുതന്നെയാണ് ചെയ്തത്. സംവരണം തട്ടിയെടുത്ത് സർവകലാശാലകളെയും സ്ഥാപനങ്ങളെയും ന്യൂനപക്ഷങ്ങളായി പ്രഖ്യാപിച്ച് അത് വോട്ട് ബാങ്ക് ആക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിന് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ, അർബൻ നക്സൽ അജണ്ട. അതുകൊണ്ടാണ് അവർ സായുധ സേനയെ ആക്രമിക്കുകയും ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്ന് പറയുകയും ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന സംഘർഷം ജനങ്ങൾ കാണുന്നുണ്ട്. അച്ഛൻ്റെയും മകന്റെയും, അതായത് ഭൂപേന്ദർ സിംഗ് ഹൂഡയും ദീപേന്ദർ സിംഗ് ഹൂഡയും രാഷ്ട്രീയം വളർത്താൻ തങ്ങൾ ഒരു ചട്ടുകമായി മാറില്ലെന്ന് ദളിത് സമൂഹം തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. हरियाणा की इस धरती ने हमें गीता का संदेश दिया है। हरियाणा ने हमें सिखाया है, काम करो, मेहनत से काम करो। लेकिन कांग्रेस का फॉर्मूला है, न काम करो और न दूसरों को काम करने दो। कांग्रेस की राजनीति केवल झूठे वादों तक सीमित रहती है, जबकि भाजपा की राजनीति मेहनत करना और परिणाम ला करके दिखाना। हम मेहनत पे ध्यान केंद्रित करते हैं, हम परिणाम पर ध्यान केंद्रित करते हैं। और कांग्रेस कभी भी खुद मेहनत नहीं करती। कांग्रेस को लगता था कि 10 साल हो गए, हरियाणा वाले उन्हें थाली में परोसकर सत्ता दे देंगे। यही गलतफहमी कांग्रेस को मध्य प्रदेश में भी थी। वहां भी कांग्रेस के लोग पहले ही जीत का जश्न मनाने लग गए थे, लेकिन वोटिंग के दिन मध्य प्रदेश की जनता ने कांग्रेस को दिन में तारे दिखा दिए, आईना दिखा दिया। മുൻപ് കോൺഗ്രസിനെ ദളിത് വിരുദ്ധ പാർട്ടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും വിളിച്ചിരുന്നു. കുമാരി സെൽജിയെയും മുൻ നേതാവായിരുന്ന അശോക് തൻവാറിനെയും പോലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ അവർ അപമാനിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. ഒക്ടോബർ 5 നടക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തോഹാനയിൽ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുന്ന വേളയിലായിരുന്നു അമിത് ഷാ അന്നിത് പറഞ്ഞത്. ദളിത് നേതാക്കളായ അശോക് തൻവാറിനെയും സെൽജിയെയും കോൺഗ്രസ് എല്ലായ്പ്പോഴും അവഹേളിച്ചുവെന്നും പറഞ്ഞു. ദളിത് നേതാവ് സെൽജ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് അമിത് ഷായെ അന്ന് ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് അമിത് ഷാ സംവരണം സംരക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണെന്നും പറഞ്ഞിരുന്നു.